ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് റെഡിയാക്കുന്നത്. തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൻ്റെ പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഴം സ്പൂൺ കൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓയിലാണ് തടവി കൊടുത്തിട്ടുള്ളത്. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയ പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റോളാക്കി എടുക്കണം. വാഴയില വെച്ച് തന്നെ റോൾ ചെയ്യാം. പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുത്താൽ തന്നെ വെന്ത് കിട്ടും. ഫുൾ ഫ്ലെയിമിലായിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ, ചൂടോടെ തന്നെ കഴിക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ പാത്രം കാലിയായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.